ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു വൺ ഡേ ട്രിപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു വൺ ഡേ ട്രിപ്പിനോടൊപ്പം ഒരു ലോങ് വീഡിയോ. അപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്കല്ലാട്ടോ പോണത്. ഞങ്ങളുടെ കൂടെ ഏട്ടൻ്റെ ഫ്രണ്ടും ആളുടെ വൈഫും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നെല്ലാം എത്തിയിട്ട് അവർ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഞങ്ങളുടെ ട്രിപ്പ് തുടങ്ങി. ഞങ്ങളിതാ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ പോണ വഴിക്ക് തന്നെ അടിപൊളി പ്ലേസോളം കേട്ടോ കാണാനും. അങ്ങനെ കുറേ നേരത്തെ ഞങ്ങൾ ട്രാവലിങ്ങിന് ശേഷം ഞങ്ങൾ ആദ്യം പോണത് ആതിരപ്പള്ളിയാണ് കേട്ടോ. പിന്നെ എനിക്കൊരു ബെൽറ്റ് മേടിക്കാണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതിൻ്റെ അടുത്തുള്ളൊരു കടയിൽ കയറി. പിന്നെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. അവിടെ എന്തായാലും മഴ പെയ്യുന്ന അറിയായിരുന്നു. അപ്പോൾ ഏട്ടൻ കോട്ട് എടുക്കാൻ പോയതാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഫുൾ അവരുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇന്ന് മൊത്തം നിറഞ്ഞു നിൽക്കുന്നത് അവർ രണ്ടുപേരും. അങ്ങനെ ഇതാ ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ കണ്ടപ്പോൾ എൻ്റെ വീഡിയോ എടുത്ത് തന്നാന്നും പറഞ്ഞിട്ട് മെയിനായിട്ട് നടക്കാൻ കേട്ടോ ഫ്രണ്ടിൽ. വാട്ടർഫോൾസൊക്കെ ഇഷ്ടമുള്ളവർക്ക് വരാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി പ്ലേസാണ് കേട്ടോ. അങ്ങനെ തന്നെ ഞങ്ങൾ അവിടുത്തെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചെറിയ വീഡിയോസൊക്കെ എടുത്തിട്ട്. അങ്ങനെ ഇതാ എൻ്റെ വീഡിയോ എടുക്കുന്നതിന് ശേഷം ഞാൻ അവരുടെ ഫോൺ കൊടുത്തിട്ട് ഞങ്ങളുടെ വീഡിയോ എടുക്കാൻ പറഞ്ഞു. പിന്നെ അവർ അതിൻ്റെ ഇടയിൽ കൂടെ പറയുന്നുണ്ട് യൂട്യൂബേഴ്സിനെ ആരെങ്കിലും മനസ്സിലാക്കി വരുന്നൊക്കെ. പിന്നെ ഈ വരവ് കണ്ടു കഴിഞ്ഞാൽ വേറെ എവിടെയോ പോയിട്ട് ഭയങ്കരമായിട്ട് വരവ് പോകുന്നുണ്ട്. പക്ഷേ വരുന്നത് ബാത്റൂമിൽ നിന്നാണ്. പിന്നെ ആ ഒരു കുരങ്ങൻ ഞങ്ങൾ വരുന്ന വഴിക്ക് ആദ്യമായിട്ട് കണ്ടൊരു മൃഗമാണ് കേട്ടോ കാടിൻ്റെ ഉള്ളിൽ. പിന്നെ ഞങ്ങളിതാ ഇവിടോട്ട് ഇറങ്ങി. ശരിക്കുള്ള ഇത് ഞങ്ങൾ മുകളിൽ നിന്നിട്ടാണ് വീഡിയോ എടുത്തത്. ഇതാ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങിയിട്ടുള്ള വീഡിയോ ആണ് ഇത്. അതിൻ്റെ ഇടയിൽ ഒരു ജിമ്മ നിൽക്കുന്നത്. ഷോ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും അങ്ങനെയൊക്കെയാണ്. പക്ഷേ ശരിക്കും അങ്ങനെ അല്ലായിരുന്നു. പിന്നെ ഏട്ടനോട് ഞാൻ ഒരു ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ ഏട്ടൻ ഭയങ്കര മടി. അപ്പോൾ ആ ജിമ്മിൻ്റെ കാര്യം പറയുന്നത് കേട്ടോ. കുറേ നേരമായിരുന്നു അവിടെ കാട്ടിൽ തുടങ്ങിയിട്ട്. പിന്നെ അതാ ഞങ്ങൾ അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു, ഫോട്ടോസൊക്കെ എടുത്തിട്ട്. ഫോട്ടോസൊക്കെ ഞാൻ അവസാനം അതിൻ്റെ പക്ഷെ കയറാനാണ് പാട്. അങ്ങനെ അതാ ഞങ്ങൾ അവിടുത്തെ കണലൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ഇറങ്ങി. അപ്പോൾ ഇത്ര നേരം കണ്ടത് ആതിരപ്പള്ളി ആയിരുന്നു കേട്ടോ. പിന്നെ അതാ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഞങ്ങൾ പോണത് വാൽപ്പാറ കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയ്ക്കൂട്ടുള്ള ഓരോ വീഡിയോസിൻ്റെ പട്ടി ഷോ. അങ്ങനത്തെ ഞങ്ങൾ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എടുത്തു. ആതിരപ്പള്ളി വരെ നല്ല രസമായിരുന്നു കേട്ടോ. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വാൽപ്പാറ എത്താൻ കുറച്ചൊന്ന് പാടുപെടണം. അതിൻ്റെ ട്രാവലിംഗാണ് ഇരുന്നിരുന്ന് നടുവൊടിയും. പിന്നെ ഇപ്പുറത്തേക്ക് പ്ലേസസ് കണ്ടിട്ട് അതിൻ്റെ ഭംഗി ആസ്വദിച്ചിങ്ങനെ പോരും. പിന്നെ കുറേ നേരം ഇങ്ങനെ ഇരുന്നിട്ട് നടുവൊടിയിൽ തുടങ്ങിയപ്പോൾ ഞാനൊന്ന് തിരിഞ്ഞിരുന്നു കേട്ടോ. അതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ കുറേ ചെറിയ ചുരങ്ങളുണ്ട് കേട്ടോ. കുറേ കഴിഞ്ഞിട്ട് ഇരുന്നിരുന്ന് ക്ഷീണിച്ചപ്പോൾ ഞങ്ങളൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇടയിലൊന്ന് നിർത്തിയതാണ് കേട്ടോ. അപ്പോഴാണ് ഈ ഒരു സംഭവം ഉള്ളത്. ഇതിൻ്റെ അടി കണ്ടില്ലേ, നമ്മൾ അടിയിൽ നിന്നാണ് ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പം മുകളിലേക്ക് മലയുടെ. പിന്നെ ഒരു ഉച്ചയ്ക്കായപ്പോൾ നല്ല വിശക്കാൻ തുടങ്ങിയപ്പോൾ ഹോട്ടൽസൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. അത് ഇവിടെ കണ്ടപ്പോൾ ഞങ്ങൾ വേഗം നിർത്തി. 1-2 ഹോട്ടലൊക്കെ പോയി. പക്ഷേ അവിടെയൊക്കെ പൊറോട്ട മാത്രമേ ഉള്ളൂ. രാവിലെ ഞങ്ങൾ പൊറോട്ട കഴിച്ചത്. പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ പൊറോട്ട കണ്ടു വെച്ചു. പിന്നെ അതേ ഈ ഒരു ഹോട്ടൽ എത്തി. അവിടെ ചെന്നപ്പോഴും വേറെ ഫുഡൊന്നും ഇല്ല, നമ്മുടെ ചോറാണുള്ളത്. എന്നാൽ അവലെങ്കിൽ വിചാരിച്ചിട്ട് ഞങ്ങളതങ്ങ് മേടിച്ചു. അല്ലാതെ വിശപ്പടക്കണമല്ലോ. എൻ്റെ ഇവരൊരു ബീഫും മേടിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്നു. അതിനുശേഷം ഞങ്ങൾ തേയിലത്തോട്ടത്തിൽ കൂടെ ഉണ്ടോ പോണത്. പിന്നെ മൊത്തത്തിൽ തേയിലത്തോട്ടങ്ങളായിരുന്നു കേട്ടോ. നല്ല അടിപൊളി സ്പോട്ടാണ് കേട്ടോ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനും. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഉള്ളത് മൊത്തം ഇതായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, ഇവിടെ ചെക്ക് പോസ്റ്റിലെത്തി. മുമ്പൊരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ വണ്ടി നമ്പർ, ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടൊരു ബില്ല് തരും കേട്ടോ. അത് നമ്മൾ ഇവിടെ കൊടുക്കണം. നമ്മൾ ഫുള്ള് കാർഡിൻ്റെ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇത്ര സമയം അവർ നോക്കിക്കഴിഞ്ഞിട്ട് അവർ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ചെക്ക് ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തമിഴ്നാട് എത്തിട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മൊത്തത്തിൽ തേയിലത്തോട്ടങ്ങളായിരുന്നു കേട്ടോ. കാണുന്നതിന് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ അതേ ഈ ഒരു ഷട്ടർ കണ്ടു കേട്ടോ. ഏതാണെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ വെറുതെ ഒരു വീഡിയോസ് എടുത്ത് വെച്ചു. പിന്നെ അതേ ഇങ്ങനെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കുറേ കണ്ടു കേട്ടോ. ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പുഴകൾ ഒരുമിച്ച് ചേർന്ന വലിയ പുഴയുണ്ടോ. കുറേ പുഴകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കരുത്. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ അവിടെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ വെച്ചിട്ട് അവിടെ നിന്നു. ഇവരെ വീഡിയോസ് എപ്പോഴും കാണിക്കുന്നുണ്ട്. ഇവർക്ക് എപ്പോഴും കാണാം കേട്ടോ. ഞങ്ങൾ എന്നെ ഫുള്ളെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ ഈ ഒരു സ്പോട്ടിലെത്തിട്ടോ. ഇവിടെ ഈ ഒരു ചങ്ങായിട്ട് പ്രതിമ കണ്ടിട്ടോ. ആരോന്നും അറിയില്ല. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുകൊണ്ടെന്ന് കണ്ടത് ആ ഒരു സിംഹക്കുരങ്ങനെ കേട്ടോ. പക്ഷേ അതിന് നേരെയുള്ള വീഡിയോ കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചായ കുടിക്കാൻ വിചാരിച്ചിട്ട് കടയിൽ കയറിയിട്ടു. ആദ്യം 2 കായ ബജി കഴിച്ചു. പിന്നെ 2 ബ്രെഡ് ഓംലെറ്റും 2 നൂഡിൽസും ഓർഡർ ചെയ്തായിരുന്നു. ഈ സാധനങ്ങൾ വന്നു. ഇതുപോലെ സോസും ബ്രെഡ് ഓംലെറ്റും നോക്കി കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അതിൽ വെള്ളം കൂട്ടിയെന്ന് പറയായിരുന്നു കേട്ടോ. റോസ് കളറായിരുന്നു കേട്ടോ സോസ്. അങ്ങനെ ഇവരുടെ വീഡിയോ തന്നെയുണ്ട് ഫുള്ള്. അതുകൊണ്ട് ഫുള്ള് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. പിന്നെ അതാ ഞങ്ങൾ 4 ചായ മേടിച്ചു. അങ്ങനെ വീണ്ടും ഞങ്ങൾ തിരിച്ചു. പിന്നെ അതാ പോണതിൻ്റെ വഴിക്ക് അവസാനത്തെ
സ്പോട്ട് എന്ന് പറയുന്നത് ഇതായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു. അപ്പോൾ തന്നെ ഇരുട്ടാൻ തുടങ്ങിയായിരുന്നു കേട്ടോ. പിന്നെ ഫുള്ള് വളവും തിരുവുകളായിരുന്നു, ഫുള്ള് കാടിൻ്റെ ഉള്ളിൽ കൂടെ അല്ലേ. പിന്നെ നമ്മുടെ ഇവിടുത്തെ തിരുവ് പോലെ ഒന്നല്ല, ഭയങ്കരമായ തിരുവായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വേഗം പോകുന്നു കേട്ടോ. പിന്നെ അതേ ഞങ്ങൾ പാലക്കാട് എത്തിയപ്പോൾ വിശക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ജസ്റ്റ് കയറി കേട്ടോ. മന്തി അന്വേഷിച്ചിട്ടാണ് പോയത്. പക്ഷെ 3-4 കടയിൽ കയറി, വീഡിയോസ് എടുക്കൽ കഴിഞ്ഞു. പക്ഷെ അവിടെ നിന്നൊന്നും മന്തി കിട്ടിയില്ല. ഇത് എടുക്കുക ഡിലീറ്റാക്കുക, എടുക്കുക ഡിലീറ്റാക്കുക, ഇതന്നെയായിരുന്നു കേട്ടോ എൻ്റെ പണി. അങ്ങനെ അവസാനം ഒരു റെസ്റ്റോറൻറ്റ് കയറി. മന്തി ഇല്ലയെന്ന് അവർ ആദ്യം പറഞ്ഞത്. പക്ഷെ ഞങ്ങളൊരു ഭാഗ്യവശാൽ ഞങ്ങൾക്ക് മന്തി അവസാനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കിട്ടി. അങ്ങനെ അതേ സാധനങ്ങളൊക്കെ വന്നിട്ടോ. എൻ്റെ വീഡിയോസ് എടുക്കൽ കഴിയാൻ കാത്തുക്കായിരുന്നു ഇവർ. അങ്ങനെ ഞാൻ വേഗം വീഡിയോസൊക്കെ എടുത്തിട്ട് ഞാൻ വേഗം ഫോൺ ഓഫ് ആക്കി വെച്ചു, അല്ലെങ്കിൽ അവസാനമൊന്നും കിട്ടില്ലല്ലോ. അങ്ങനെ തന്നെ ഞങ്ങൾ ഫുഡൊക്കെ എടുത്തു. ഞാൻ എന്നോട് വേഗം വിളമ്പ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതിന് ശേഷം ആ ഫുഡൊക്കെ കഴിക്കലുണ്ട്. അവിടെ കുറേ ആൾക്കാർ എന്നിട്ട് ഐസ്ക്രീമിന് ഉണ്ടായിരുന്നു. അപ്പോൾ ഐസ്ക്രീം വേണമെന്നിട്ട് പോയതാണ്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഇവള് അവിടുത്തെ സെക്യൂരിറ്റി നീച്ച് പോയപ്പോൾ ആ സ്ഥാനം കൈക്കലാക്കി. അവിടെ ആൾക്കാർ ചോദിച്ചിരുന്ന ഐസ്ക്രീം എന്നൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ബേക്കറിൽ നിർത്തി ചേട്ടനെ കൊണ്ട് മേടിപ്പിച്ചു ഞാൻ. അങ്ങനെ അതും കഴിഞ്ഞ് അവർ ടാറ്റയും കാണിച്ച് പോയി. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഒരു 10-15 മണിയായി. അപ്പോൾ ദൈവം കിടന്ന് നല്ല ഉറക്കായിരുന്നു കേട്ടോ. കാരണം കുട്ടിയോട് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഉറക്കേ ഇല്ലാത്ത ആളെന്ന് എന്ത് പറ്റുമോ എന്തോ. അപ്പോൾ ട്രിപ്പ് പോകുന്നവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസ് ആണത്. അപ്പോൾ വളരെ വിഷമത്തോടു കൂടി ഞങ്ങളുടെ വണ്ടി ട്രിപ്പ് ഇവിടെ അവസാനിച്ചു ഗൈസ്. അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.